രാവിലെ തന്നെ ഇവിടെ ദാലിലേക്കിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വെയിൽ കായാണ്. ഈ ഇളന്താണ് ഇപ്പത്ത് നല്ല സുഖമുള്ള പരിപാടിയാണ്. ഏതാ ഫീല്, ഏതാ ഇവിടുത്തെ വ്യൂ. ദാൽ ലേക്കിൻ്റെ ഗാർഡ് നമ്പർ 19 ഇപ്പം ഞാനുള്ളത്. സമയം 7 മണി. സൂര്യനിങ്ങനെ ഉദിച്ചുയരുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രി മഴ പെയ്തതുകൊണ്ട് തന്നെ കുറച്ച് മേഘാവൃതമാണ് ആകാശം. എന്തൊക്കെ പറഞ്ഞാലും ഈ രാവിലത്തെ ഇളന്തണുപ്പിൽ ശ്രീനഗറിലെ ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്ത് വന്ന് ഈ സൂര്യോദയമൊക്കെ കാണുക, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു അനുഭവമാണ്. ഇവിടുത്തെ ഷിക്കാരയുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വരും. അതൊന്ന് മാനേജ് ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ കുറേ കിളികളെയൊക്കെ കണ്ട് അവറ്റകളുടെ പിന്നാലെ ഇങ്ങനെ നടന്ന് അതൊക്കെ ഒരു രസമാണ്. ഈ ഇരട്ടമൈനകൾ എനിക്ക് കുറേ നേരമായി പോസ് തരാൻ തുടങ്ങിയിട്ട്. ഈ വരുന്ന പക്ഷിയുടെ പേരെന്താണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ ദാൽ ലേക്കിലത്തെ ഓരോ കുറ്റിമേലും അങ്ങനെ ഉറക്കം തൂങ്ങി കുത്തിരിക്കും ഈ സാധനം. പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരം. പിന്നെ ഇങ്ങനെ ഓരോ ദാൽ ലേക്കിലെ കാഴ്ചകൾ അങ്ങനെ കണ്ട് കുറേ സൊറയും പറഞ്ഞ് അങ്ങനെ കുത്തിരിക്കുക. കണ്ടോ, പലരും ബോട്ടെടുത്ത് പോകുന്നുണ്ട്, പല ഷിക്കാരക്കാരും കസ്റ്റമേഴ്സിനെ കാത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഈ ദാൽ ലേക്കിൻ്റെ സൈഡിലൂടെയുള്ള ജീവിതം എന്ന് പറഞ്ഞത്. സംഭവം സത്യം പറഞ്ഞാൽ ശ്രീനഗറിലത്തെ തണുപ്പിൽ രാവിലെ കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. പക്ഷേ ആ ഉറക്കൊന്ന് മാറ്റി വെച്ചൊന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പലതരം കാഴ്ചകളുടെ ഒരു സ്വർഗം തന്നെ കാണാൻ പറ്റും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കി. സോ കാശ്മീരിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ്.